ഗലാത്യർ 1:11 നമ്മൾക്ക് ധ്യാനിക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ പല മെസ്സേജസ്, ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ദൈവനാമ മഹത്വത്തിനായി എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായി തീരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് നല്ല സന്തോഷം ഉളവാകട്ടെ, സമാധാനം ജീവിതത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗലാത്യർ 1:11 സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദമതത്തിലെ എൻ്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുസലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ കാണുന്നത് പൗലോസ്ലീഹായുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. പൗലോസ്ലീഹ യേശുവിനെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ബൈബിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പുതിയ നിയമങ്ങളിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന മാനുഷികമല്ല, ആത്മാവിലും സത്യത്തിലുമാകണം ദൈവത്തോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും നമ്മളുടെ നാവിൽ സ്തുതി ഉയരണം. സ്വർഗത്തിലേക്ക്, സ്വർഗീയ സിംഹാസനത്തിൽ ആരൂഢനായ ദൈവത്തിലേക്ക് നമ്മളുടെ സ്തുതികൾ ഉയരണം, പ്രാർത്ഥനകൾ ഉയരണം. എന്നാലേ നമ്മളുടെ ജീവിതം ഒരു ശക്തിയേറിയ ഒരു ജീവിതം നമുക്ക് നയിക്കാനും ജയാളികളായി ജീവിക്കുവാനും സാധിക്കൂ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച ഒരാളായിരുന്നു പൗലോസ്ലീഹ. മുടിക്കുകയും അവരുടെ യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം പ്രവർത്തിക്കുകയും പല ആൾക്കാരും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്ത ഒരാളായിരുന്നു പൗലോസ്ലീഹ. എങ്കിലും പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു, പൗലോസ്ലീഹയുടെ ജനനം മുതൽ തന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ഒരു ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ, യേശുവിനെ പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ച ദൈവം ആയിരുന്നു എന്ന് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെ എങ്ങനെ സുവിശേഷത്തിലേക്ക് വന്നു എന്ന് പറയുന്നു. പത്രോസിനെ കണ്ടു, അവിടെ തുടങ്ങി ശുശ്രൂഷ. എന്നാൽ എല്ലാവരും പൗലോസ്ലീഹയെ പറ്റി എന്തോ പറയുന്നു? മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് പൗലോസ്ലീഹയെ ചൊല്ലി എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നു, നേരത്തെ നമ്മൾ പാപത്തിൽ ജീവിച്ചവരാണ്, അഹങ്കാരത്തിലും അഹന്തയിലും ദൈവവചനം അറിയാത്തവരുമായിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ, തിരുവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, യേശു ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയും ഒരു പുതിയ മനുഷ്യനായി നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതായിരുന്നു പൗലോസ്ലീഹായുടെ സാക്ഷ്യം. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഞങ്ങൾക്ക് ദൈവമേ, നിന്നെ അറിഞ്ഞ് ജീവിക്കാൻ, മാനസാന്തരത്തോടെ ജീവിക്കുവാൻ അപ്പച്ച
പശ്ചാത്താപത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണേ. യേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.